ഹായ്, ഞാൻ ദീപ. ഇപ്പൊ തൊട്ട് മുന്നത്തെ വീഡിയോയില് അതായത് ഒരു റഫിൾഡ് ലെയർഡ് ഫ്രോക്കിന്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ താഴെ വന്ന ഒന്ന് രണ്ട് കമന്റ്സിനൊരു ഉത്തരം എന്നോണാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതില് ഒരു ക്വസ്റ്റ്യൻ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയൽ മെഷീനില് ഗ്യാദറിംഗ് ഫുഡ് യൂസ് ചെയ്യാവോ? റഫിൾഡ് ഫുഡ് എന്നാണ് ഒത്തിരി പേര് ചോദിച്ചിരുന്നത്. റഫിൾഡ് ഫുഡ് അല്ല ഞാൻ യൂസ് ചെയ്തത്, ഗ്യാദറിംഗ് ഫുഡാണ് യൂസ് ചെയ്തത്. അതായത് അതില് ആ ഒരു ഫ്രോക്കിന്റെ താഴെ ഇങ്ങനെ വന്ന ചുരുക്കെല്ലാം ഞാൻ ആ ഗ്യാദറിംഗ് ഫുഡ് യൂസ് ചെയ്താണ് ചെയ്തത്. അപ്പൊ ചെയ്യുന്നത് ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നോർമലി നമ്മളത് ചെയ്യും, പക്ഷെ അത് ഈ നമ്മുടെ ഡെസ്ക്ടോപ്പ് മെഷീനിലാണ് യൂസ് ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നമ്മുടെ ഹോം യൂസിന് യൂസ് ചെയ്യുന്ന മെഷീൻസിലാണ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. അപ്പൊ അതിന് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫുഡാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ചെയ്തത് ഇൻഡസ്ട്രിയൽ മെഷീനിലാണ്. ഇൻഡസ്ട്രിയൽ മെഷീനിൽ നമുക്ക് ഇതുപോലത്തെ ഫുഡ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. യെസ്, നമുക്ക് ഇൻഡസ്ട്രിയൽ മെഷീനിൽ ഈ ഫുഡ് മാത്രമല്ല, ഗ്യാദറിംഗ് ഫുഡ് മാത്രമല്ല, പലതരം ഫുഡ് യൂസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പൊ അതിന്റെ ലിങ്ക് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് വാങ്ങിച്ചത് ഏതാണ്ട് ഒരു 2 വർഷം മുന്നെയാണ് വാങ്ങിച്ചത്. അപ്പൊ അന്നേരത്തെ ലിങ്ക് ഒന്നും ഇപ്പൊ അവൈലബിൾ അല്ല. പിന്നെ സിമിലർ ആയിട്ടുള്ളത് ഞാൻ നോക്കിയിട്ട് ഒത്തിരി ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ലിങ്ക് ഞാൻ ഇന്നത് എന്ന് പറഞ്ഞ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഞാൻ വാങ്ങിച്ച ലിങ്ക് ഇല്ലാത്തതുകൊണ്ടാണ് പ്രൊവൈഡ് ചെയ്യാത്തത്. അത് ഗ്യാദറിംഗ് ഫുഡ് ഫോർ ഇൻഡസ്ട്രിയൽ മെഷീൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അത് എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് ഞാനത് ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കാണിക്കാം എങ്ങനെയാണ് ആ ഒരു ഫുഡ് ഇരിക്കുന്നതെന്ന്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ ഡെസ്ക്ടോപ്പ് മെഷീനിൽ യൂസ് ചെയ്യുന്ന ഗ്യാദറിംഗ് ഫുഡും നമ്മുടെ ഇൻഡസ്ട്രിയൽ മെഷീൻ യൂസ് ചെയ്യുന്ന ഗ്യാദറിംഗ് ഫുഡും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ഞാനത് വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പം നിങ്ങൾ അത് വെച്ചിട്ട് നോക്കി വാങ്ങിക്കുക. അല്ലാതെ എനിക്ക് തോന്നുന്നു ഇനി ലോക്കൽ നമ്മുടെ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം ഗ്യാദറിംഗ് ഫുഡ് മാത്രമല്ല, നമുക്ക് വേറെയും കുറെ ഫുഡുകൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുണ്ട്. അതായത് ഈ നമുക്ക് പരിചയമുള്ളത് ഒന്ന് മറ്റേ സിബ് വെക്കുന്ന സിപ്പർ ഫുഡാണ്. അത് തന്നെ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള സിപ്പർ ഫുഡുകളുണ്ട്, ഇൻവിസിബിൾ സിപ്പർ ഫുഡുണ്ട്. അങ്ങനെ ഒത്തിരി ടൈപ്പ് ഈ ഇൻഡസ്ട്രിയൽ മെഷീന് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ടൈപ്പ് ഫുഡുകൾ വേറെ ഉണ്ട്. അത് നമ്മൾ ആമസോണിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് കാണാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ഗ്യാദറിംഗ് ഫുഡ്. ഇതില് ഈ കാണുന്നതാണ് നമുക്ക് ഡെസ്ക്ടോപ്പ് മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്യാദറിംഗ് ഫുഡ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ നടുക്കൊരു വരയുണ്ട്. പിന്നെ ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടൊരു വെട്ടുണ്ട്. അപ്പൊ ആ വെട്ടിലോട്ട് കയറ്റി തുണി വെച്ചിട്ടാണ് നമ്മൾ ഇത് തയ്ച്ച് പോകുന്നത്. അപ്പം ഇതാണ് ഡെസ്ക്ടോപ്പ് മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ഇൻഡസ്ട്രിയൽ മെഷീനിൽ യൂസ് ചെയ്യുന്ന ഗ്യാദറിംഗ് ഫുഡ്. ഇതിന്റെ ഈ ഒരു സൈഡിൽ കൂടാണ് നമുക്ക് നൂല് ഇടാനും, പിന്നെ ഈ ഒരു സൈഡിൽ മറ്റേതിന്റെ പോലെ തന്നെ ഒരു ഇതുണ്ട്, ഒരു വിടവുണ്ട്. അതിൽ കൂടിയാണ് നമ്മൾ തുണി കയറ്റി വെച്ചിട്ട് നമ്മൾക്ക് ലെങ്ത് നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ചുരുക്ക് കൂടും. അതുപോലെ നമ്മുടെ ബാക്കിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുണി പിടിച്ചോണ്ടാണ് നമ്മൾ തയ്ക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ചുരുക്ക് കൂടും. പിന്നെ നമ്മുടെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് ഇതിന്റെ ഇത് മാറും. അപ്പൊ അതിനെ പറ്റിയുള്ള ട്യൂട്ടോറിയൽസ് ഒക്കെ ഓൾറെഡി യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ഫുഡ് എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇൻഡസ്ട്രിയൽ മെഷീന്റെ ഫുഡും ഇത് ഡെസ്ക്ടോപ്പ് മെഷീന്റെ ഫുഡാണ്. രണ്ടും സെയിം പേർപ്പസ് ആണ്. പക്ഷെ നമുക്ക് ഈ ഒരു ഇത് മറ്റത് തിരിച്ചോ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഫുഡ് കറക്റ്റായിട്ട് കാണിച്ചു തന്നത്. അപ്പൊ അത് സോൾവ് ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇൻഡസ്ട്രിയൽ മെഷീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കാണാൻ തോന്നുന്നു, ഇവിടെ കാണുന്ന ഈ ഒരു മെഷീനാണ് ഇൻഡസ്ട്രിയൽ മെഷീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഏത് മെഷീനും ഏത് ബ്രാൻഡിന്റെ ഇതിലാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുഡുകൾ അവൈലബിൾ ആണ് ആമസോണിൽ. പിന്നെ രണ്ടാമത്തെ, അപ്പൊ അതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നൊരു 200-നകത്തൊക്കെ വരുമെന്ന് തോന്നുന്നു കേട്ടോ. 200 അത്രയും രൂപയൊക്കെ ആവും. മേ ബി ലോക്കലി വാങ്ങിച്ചാൽ അത്ര ആവില്ലായിരിക്കും.
ഇതിനൊക്കെ 200 രൂപയാണ് ഞാൻ കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇനി അടുത്തെന്ന് പറയുന്നത് എൻ്റെ കട്ടിംഗ് മാറ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. കട്ടിംഗ് മാറ്റ് എത്ര വലുതാണ്, എത്ര രൂപയാണ് എന്നൊക്കെ. അപ്പം അതിൽ ഞാൻ ഒരു മാറ്റിന്റെ പുറത്തിട്ടാണ് വെട്ടുന്നത് കാണിച്ചിരുന്നത് ആ വീഡിയോയ്ക്കകത്ത്. അപ്പൊ ഇതാണ് എൻ്റെ കട്ടിംഗ് മാറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ സൈസ് വന്നിട്ട് A1 ആണ് സൈസ്. നമ്മുടെ A4 സൈസ് പേപ്പറിന്റെ വെച്ച് നോക്കുവാണെങ്കിൽ കയറി വരുമ്പോ എന്താണ്, ഇത് 90 സെന്റിമീറ്റർ നീളവും 60 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു മാറ്റാണ്. അതാണ് A1 സൈസ് എന്ന് പറയുന്നത്. ഇതിന് 1400 രൂപയായിരുന്നു. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. മേ ബി ലോക്കലി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലും വില കുറവായിരിക്കാം. പക്ഷെ ലോക്കലി നമുക്ക് കിട്ടുന്നില്ല. ഞാൻ ലോക്കലി ഇപ്പോഴും എവിടെയൊക്കെ അന്വേഷിച്ച് നോക്കി, കിട്ടുന്നില്ല. പിന്നെ ഇതിന്റെ യൂസ് എന്ന് പറയുന്നത്, നമ്മൾ നോർമലി നമ്മൾ കത്രിക വെച്ചാണ് നമ്മുടെ തുണിയെല്ലാം വെട്ടുന്നതെങ്കിൽ ഇതിന്റെ ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പം ഇത് ശരിക്കും ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, റോട്ടറി കട്ടറും കട്ടിംഗ് മാറ്റ് എന്ന് പറഞ്ഞിട്ട് ടൂൾസിനെ പറ്റി പരിചയപ്പെടുത്തിയ ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കുറെ നാൾ മുന്നേ. അപ്പൊ അതിൽ ഒരു ചെറിയ മാറ്റ് വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ അതുപോലെ ഒരു വലിയ മാറ്റ് വാങ്ങിച്ചത്. ശരിക്കും ഇത് യൂസ്ഫുൾ ആവുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അങ്ങനെ റോട്ടറി കട്ടർ വെച്ച് നമ്മൾ തുണി മുറിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് യൂസ്ഫുൾ ആവുന്നത്. ഇനി ഈ റോട്ടറി കട്ടറിൽ നമുക്ക് ഈ ബ്ലേഡ് എന്ന് പറയുന്നത് എപ്പോഴും തുരുമ്പിച്ചു പോകും. കുറച്ച് നാൾ കഴിയുമ്പോൾ തുരുമ്പിച്ചു പോകും, അല്ലെങ്കിൽ അതിന്റെ മൂർച്ച കുറയുകയൊക്കെ ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഒരു ബ്ലേഡ് മാത്രമായിട്ട്, ഈ ഒരു റോട്ടറി കട്ടറിന് 390 രൂപ 400 രൂപ അടുപ്പിച്ചെങ്ങാണ്ടായിരുന്നെന്ന് തോന്നുന്നു ഞാൻ. അതോ 200 രൂപ അങ്ങനെ എങ്ങാണ്ടായിരുന്നു കേട്ടോ ഇത് വാങ്ങിച്ച സമയത്ത്. ഇപ്പോഴും അവൈലബിൾ ആണ് ആമസോണിൽ. അപ്പൊ ഇതിന്റെ ഈ ഒരു ബ്ലേഡ് മാത്രമായിട്ട് നമുക്ക് ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും. 10 എണ്ണത്തിന്റെ സെറ്റായിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പൊ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് തുടരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കാം. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ തുണി ഒക്കെ നമുക്ക് മുറിക്കാനാണെങ്കിൽ, അതായത് ഇപ്പം കുഞ്ഞു പിള്ളേരുടെ ഫ്രോക്കിന്റെ യോക്ക് പോർഷൻ, അല്ല നെറ്റ്, സാറ്റിൻ, കുറച്ച് കനം കുറഞ്ഞ തുണിയൊക്കെയാണെങ്കിൽ നമുക്കിത് വെച്ച് നല്ല സൂപ്പറായിട്ട് വളച്ച് ഒക്കെ മുറിച്ചെടുക്കത്തില്ലേ, അത് നമുക്ക് കത്രിക വെച്ച് മുറിക്കുന്നതിനേക്കാളും പെർഫെക്ഷനിൽ നമുക്കിത് വെച്ച് മുറിച്ചെടുക്കാം. പിന്നെ നിങ്ങൾ മറ്റേ പാച്ച് വർക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കറക്റ്റ് ലെവലിൽ മുറിക്കാനായിട്ട് ഇത് വെച്ചിട്ട്, പിന്നെ അതിൻ്റെ ടൂൾസ് ഉണ്ട്, സ്കെയിലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു മാറ്റിൽ അതും ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ നോർമൽ സ്റ്റിച്ചിങ്ങിനാണ് എങ്കിൽ കത്രിക വെച്ച് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ആവശ്യമില്ല, വാങ്ങിക്കേണ്ടതായിട്ടില്ല. പിന്നെ ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ വില ഞാൻ പറഞ്ഞു 1400. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ 300 ശിഷ്ടം രൂപ. ഇതിന്റെ ബ്ലേഡ് നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാൻ പറ്റും. ഇതെല്ലാം ആമസോണിലുണ്ട്, നിങ്ങൾ തപ്പി കണ്ടുപിടിക്കുക. കാരണം ഇതിന്റെ ലിങ്ക് ഒന്നും ഞാൻ നോക്കിയിട്ട് ഇപ്പൊ കാണുന്നില്ല. എനിക്ക് തന്നെ ആമസോണിൽ 1-2 അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഏത് അക്കൗണ്ടിൽ നിന്നാന്ന് വാങ്ങിച്ചതെന്ന് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ 2-3 വർഷം മുന്നേ വാങ്ങിച്ചാണ്. ഒന്നിന്റെ ലിങ്ക് അവൈലബിൾ അല്ല. അവൈലബിൾ ആയിട്ടുള്ളതിനെ ഞാൻ താഴെ ഇടാം, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോ 2 കാര്യങ്ങളാണ് ചോദിച്ചിരുന്നത്. ഒന്ന് ഗ്യാതറിംഗ് ഫുഡ്, പിന്നെ രണ്ടാമത് ഈ ഇതിന്റെ പേരിന് കട്ടിംഗ് മാറ്റ്. അപ്പൊ 2ന്റെയും ഉത്തരമായി എന്ന് കരുതുന്നു. പിന്നെ ഒന്നുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം.